വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം 18-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. സന്യാസത്തിന്റെ പരിപൂർണത. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അർജുനൻ 2 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സന്യാസത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ത്യാഗത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തത്വം എന്താണ് എന്നാണ് അർജുനൻ ചോദിച്ചത്. സന്യാസസ്യ മഹാഭാവോ തത്വമിച്ഛാമി വേദിതം ത്യാഗസ്യാച ഋഷികേശ പൃഥക് കേശിനിഷൂദന. തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സന്യാസം. പുറമെയാണ് നമ്മൾ സന്യാസം കാണുന്നത്. സന്യാസം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, വസ്ത്രം മാറുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെ? പല രീതിയിലുള്ള മാറ്റങ്ങളും പുറമെ നമ്മൾ സന്യാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അർജുനന് അറിയേണ്ടത് അതിന്റെ തത്വമാണ്. എന്തിനാണ് സന്യാസം സ്വീകരിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള സന്യാസം എന്താണ് എന്നാണ് അർജുനൻ അറിയേണ്ടത്. യഥാർത്ഥത്തിൽ സന്യാസം എന്താണ്? അതേപോലെ യഥാർത്ഥത്തിൽ ത്യാഗം എന്താണ്? ത്യാഗം എന്താണ്? ത്യാഗത്തിന്റെ പേരിൽ പലതും ചെയ്യുന്നുണ്ട്. പല നിലവാരത്തിലാണ് പലരും ത്യാഗം ചെയ്യുന്നത്. അതിന്റെ ഒരു തത്വം, അതിന്റെ ഒരു ബേസ്, അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്ന് അർജുനന് അറിയാൻ താല്പര്യമുണ്ട്. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു. സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഭഗവാൻ വേദങ്ങളെ ഉദ്ധരിച്ചും പൂർവികരായിട്ടുള്ള മഹർഷീശ്വരന്മാരെ ഉദ്ധരിച്ചുകൊണ്ടും ഭഗവാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്യാസം എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതല്ല, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്നുള്ളത്. എല്ലാ കർമ്മങ്ങളെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ശരീരം സ്വീകരിച്ച ഒരാൾക്ക് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ശരീരം നിലനിർത്തണമെങ്കിൽ പോലും പ്രവൃത്തികൾ ചെയ്യണം. അപ്പോൾ ഭൗതിക ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിനെയാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെയാണ് പൂർവികർ പറയുന്നത്. കവയോ ഇതും വിദ്വാൻമാർ അങ്ങനെയാണ് പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതേപോലെ ത്യാഗം എന്താണെന്നും പറഞ്ഞു കൊടുത്തു. കർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണം. കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുക. അങ്ങനെ കർമ്മം ചെയ്യുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം, അല്ലാതെ കർമ്മത്തെ ത്യജിക്കുന്നതല്ല ത്യാഗം എന്ന് ഭഗവാൻ. കർമ്മം ചെയ്യണം, പക്ഷെ ഫലത്തിനെ ആർക്കെങ്കിലും ത്യജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ത്യാഗം എന്ന് ഭഗവാൻ പറഞ്ഞു. കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ത്യാഗമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബുദ്ധിമാന്മാർ പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ മാത്രം അഭിപ്രായമല്ല, പൂർവികരായിട്ടുള്ള വേദങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാർ, മഹർഷീശ്വരന്മാർ പറയുന്നത് അങ്ങനെയാണ്. കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം, കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നതാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി ചില ആളുകൾ പറയുന്നത് എല്ലാ കാമ്യകർമ്മങ്ങളും ഉപേക്ഷിക്കണം എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ, 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ത്യാജ്യം ദോഷപതിത്യേകെ കർമ്മ പ്രാഹുർ മനീഷിന. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും ദോഷമായതുകൊണ്ട്, അതായത് ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ നമ്മളെ കെട്ടിയിടുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള ഭൗതിക കർമ്മങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അത് അവരുടെ ഒരു അഭിപ്രായമാണ്. എല്ലാവിധ കാമ്യകർമ്മങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പറഞ്ഞു.
ഇനി ചില ആളുകൾ പറയുന്നത് യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. 3-ാമത്തെ ശ്ലോകത്തിൽ യജ്ഞദാന തപകർമ്മ അത്യാജ്യം ഇതിച്ച അപരെ. ചില ആളുകൾ, മറ്റു ചില ആളുകൾ പറയുന്നത് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കരുത് എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ അഭിപ്രായം, ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ തീരുമാനം ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ തീരുമാനം എപ്പോഴും അന്തിമമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഭഗവാനേക്കാൾ ഉന്നതനായിട്ട് തീരുമാനം പറയുന്ന ഒരാളില്ല. മത്തപരതരം നാന്യ കിഞ്ചിദസ്തി ധനഞ്ജയ എന്ന് ഭഗവാൻ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ടൊരു സത്യമില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്തിമമായിട്ടുള്ള തീരുമാനമാണ്. അതിന്റെ അപ്പുറത്തേക്ക് എവിടേക്ക് പോകാനില്ല, അല്ലെ? മാത്രമല്ല ഭഗവാൻ എല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ഭഗവാൻ ആണ് പറയുന്നത്. ഭഗവാന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഭഗവാൻ അഭിജ്ഞനാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അഭിജ്ഞ സ്വരാട്, എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജനം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും മുന്നേ നടന്നിട്ടുള്ളതെല്ലാം ഭഗവാൻ അറിയാം. അങ്ങനെ പൂർണ്ണമായിട്ട് ജ്ഞാനമുള്ള ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ സ്വന്തം നിശ്ചയത്തെ കുറിച്ച് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമാണ്. ത്യാഗത്തിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഇതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ത്യാഗം 3 തരത്തിലാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാ ത്യാഗവും ഒരേ നിലവാരത്തിലുള്ളതല്ല. പലരും ത്യജിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാം ഒരേ നിലവാരത്തിലല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 3 തരത്തിലാണ് ത്യാഗം. ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തി. 3 തരത്തിലാണ് ത്യാഗം എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം യജ്ഞദാന തപസ്സുകളെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ഒരിക്കലും യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല. അതിന്റെ കാരണവും പറഞ്ഞു. യജ്ഞദാന തപകർമ്മ അത്യാജ്യം കാര്യമേവതം. യജ്ഞവും ദാനവും തപസ്സും ആരും ഉപേക്ഷിക്കാൻ പാടില്ല. ഈവൻ സന്യാസിമാർ പോലും അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സന്യാസം എടുത്തതിന്റെ പേരിൽ യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം എന്താണ്? പാവനാനി മനീഷിനാം. യജ്ഞവും ദാനവും തപസ്സും മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളെ പോലും ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ സന്യാസം സ്വീകരിച്ച ഉടനെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ശുദ്ധി ഉണ്ടാകുന്നില്ല. യജ്ഞദാന തപസ്സുകളിലൂടെയാണ് വീണ്ടും ശുദ്ധീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അധികം ആത്മീയമായിട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സന്യാസ ഉള്ളവരെ കുറിച്ചാണ് ഭഗവാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ സന്യാസിയാണെങ്കിൽ പോലും യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കരുത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ത്യാഗം 3 തരത്തിലുണ്ട്. അതിനെ വിശദീകരിച്ച് പറയുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. തമോ ഗുണത്തിലുള്ള ത്യാഗം, രജോ ഗുണത്തിലുള്ള ത്യാഗം, അതേപോലെ സാത്വിക ഗുണത്തിലുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിന്റെ മുന്നേ 6-ാമത്തെ ശ്ലോകത്തിൽ യജ്ഞദാന തപസ്സുകൾ ഏത് ഭാവത്തോടെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. 6-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഏതാന്യപിതു കർമാണി സംഘം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതം ഉത്തം. ഓക്കെ, ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉഷ മാതാജി വായിച്ചു. ഉഷാകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ. ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. വിവർത്തനം. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണമെന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമമായ അഭിപ്രായം. ഭാവാർത്ഥം. എല്ലാ യജ്ഞങ്ങളും പവിത്രമാക്കുന്നവ തന്നെ, എങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്. അവയുടെ അനുഷ്ഠാനം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൗതിക ജീവിതത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ ത്യജിക്കണം. ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നവയെ ഉപേക്ഷിച്ചുകൂടാ താനും. കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കണം. ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മവും സ്വീകാര്യമെന്ന് ശ്രീ ഭാഗവതം ഘോഷിക്കുന്നു. ഇതാണ് ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം. ഭക്തിയുത ഭഗവത് സേവനത്തിന് സഹായകമാകാവുന്നതെന്തും യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷകുമാരി മാതാജി. അപ്പോൾ ഭഗവാൻ യജ്ഞവും ദാനവും തപസ്സും ഏറ്റവും ഉത്തമമായിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കർമ്മം എങ്ങനെ ചെയ്യാം? പല നിലവാരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. യജ്ഞദാന തപസ്സുകൾ, യജ്ഞവും ദാനവും തപസ്സും സത്യഗുണത്തിലും രജോഗുണത്തിലും തമോ ഗുണത്തിലും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഉത്തമമായിട്ട് യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഏതാന്യപിതു കർമാണി സംഘം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. യജ്ഞവും ദാനവും തപസ്സും ഒരു കർത്തവ്യം എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഫലം പ്രതീക്ഷിക്കാതെ ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭൗതികമായിട്ടൊന്നും ആഗ്രഹിക്കാതെ സംഘം തെക്വാ ഫലാനിച്ച കർത്തവ്യാനീതി മേ പാർത്ഥ. ഇതെന്റെ കർത്തവ്യമാണ്, ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഇതെന്റെ സമൂഹത്തോടുള്ള ധർമ്മമാണ്, അല്ലെങ്കിൽ ഭഗവാനോടുള്ള കടമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ യജ്ഞവും ദാനവും തപസ്സും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യജ്ഞവും ദാനവും തപസ്സും എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആയിപ്പോകും. അല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് യജ്ഞവും ദാനവും തപസ്സും ചെയ്തു കഴിഞ്ഞാൽ അത് രജോ ഗുണത്തിലാണ്. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം. വേദവിധിയൊന്നും അനുസരിക്കാതെ വേദമന്ത്രങ്ങളൊന്നും ചൊല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സുകളൊക്കെ തമോ ഗുണത്തിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ യജ്ഞവും ദാനവും യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഫലം പ്രതീക്ഷിക്കാതെ എന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്നുണ്ട്, ഫലം ഭഗവാൻ തന്നുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള യജ്ഞവും ദാനവും തപസ്സും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏത് യജ്ഞമാണെങ്കിലും ദാനമാണെങ്കിലും തപസ്സാണെങ്കിലും ഈ ഒരു മനോവിചാരത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ളതായിട്ട് മാറിപ്പോകും എന്ന് പറയും. യെസ്. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തമോ ഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് പറയുന്നു. നേരത്തെ ഭഗവാൻ പറഞ്ഞു ത്യാഗം 3 തരത്തിലാകാം. ത്രിവിധ സംപ്രകീർത്തിത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4ാമത്തെ ശ്ലോകത്തിൽ. ത്രിവിധ സംപ്രകീർത്തിത ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര. ത്യാഗം 3 തരത്തിലാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 വിഭാഗങ്ങളെ കുറിച്ച് 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ത്യാഗം? തമോ ഗുണത്തിലുള്ള ത്യാഗം എങ്ങനെയാണ്, രജോ ഗുണത്തിലുള്ള ത്യാഗം എങ്ങനെയാണ്, സാത്വിക ഗുണത്തിലുള്ള ത്യാഗം എങ്ങനെയാണ്,
അത് ചെയ്യുന്നവന്റെ മനോഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പൊ തമോ ഗുണത്തിലുള്ള ത്യാഗം എന്താണ് എന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹ തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. ശ്ലോകം വിവരത്തിന് വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 7 8 വായിക്കേണ്ടത്? 7 8 വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിതഃ. വർത്തനം. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക്. ഭൗതിക സംതൃപ്തിക്കായുള്ള കർമ്മം ഉപേക്ഷിക്കണം. ഭഗവാനെ നിവേദ്യം പാകം ചെയ്യുക, നിവേദിക്കുക, അതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക മുതലായ കർമ്മങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നവയായതുകൊണ്ട് അവ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടവയാണ്. ഒരു സന്യാസി തനിക്ക് വേണ്ടി പാകം ചെയ്തു കൂടാ എന്നാണ് വിധി. അവനവന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്, എന്നാൽ ഭഗവാന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധം വളർത്തുന്നതിൽ സഹായിക്കാനായി സന്യാസിക്ക് അയാളുടെ വിവാഹം നടത്തി കൊടുക്കാം. അത്തരം പ്രവർത്തികളെ ത്യജിക്കുന്നവൻ തമോ ഗുണ പ്രേരിതമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശ്ലോകം 8. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. വർത്തനം. നിയതകർമ്മങ്ങൾ ക്ലേശകരം എന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. കൃഷ്ണാവബോധ നിഷ്ഠനായ ഒരാൾ ഫലോദ്ദിഷ്ട കർമ്മമാണെന്ന് കരുതി ധനാർജന മാർഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. പ്രവൃത്തി കൊണ്ട് താൻ നേടുന്ന ധനം കൃഷ്ണാവബോധത്തിന് സഹായകമായ വിധം ഉപയോഗിക്കാനും അതിരാവിലെ ഉണർന്ന് ആധ്യാത്മികമായ കൃഷ്ണാവബോധത്തെ വളർത്താനും കഴിയുമെങ്കിൽ ആവിധം പ്രവർത്തികളിൽ നിന്ന് ഭയന്നോ ക്ലേശമെന്ന് കരുതിയോ പിന്മാറിക്കൂടാ. അങ്ങനെയുള്ള ത്യാഗം രാജസമത്രേ. രജോ ഗുണത്തിലുള്ള കർമ്മത്തിന്റെ ഫലം ദുഃഖമാണ്. ആ നിലയിൽ ചെയ്യപ്പെടുന്ന ത്യാഗം നിഷ്ഫലമായി തീരും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാമഭായി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നു, നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ. നിയതകർമ്മങ്ങളെ സന്യാസത്തിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. നിയതകർമ്മം എന്ന് പറയുന്നത് വിധിക്കപ്പെട്ട കർമ്മമാണ്. 2 തരത്തിലുള്ള വിധിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള കടമകളുണ്ട്. നിയതകർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കടമകളാണ്. കടമകളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. 2 തരത്തിലുള്ള കടമകളുണ്ട്. ഭൗതികമായിട്ടുള്ള കടമകളും ആത്മീയമായിട്ടുള്ള കടമകളും. പൂർണ്ണമായിട്ടും ശരീര നിലവാരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഭൗതികമായിട്ടുള്ള കടമകൾ ഉപേക്ഷിക്കാൻ പാടില്ല. ആത്മീയ ബോധത്തിൽ വരുന്നവർക്ക് ഭൗതിക കടമകൾ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള കടമകൾ നിർവഹിക്കാം. ആത്മീയ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഭൗതിക കടമകൾ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു സന്യാസം എടുത്ത വ്യക്തി ഇതെല്ലാം ഭൗതിക കർമ്മമാണ് എന്ന് വിചാരിച്ച് തന്റെ ആത്മീയ കടമകൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതെല്ലാം കർമ്മമാണ്. ഞാൻ സന്യാസിയാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. സന്യാസം എടുത്ത ഒരു വ്യക്തിക്ക് കർമ്മമൊന്നുമില്ല.
എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലുള്ള ത്യാഗമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്യാസം ഏത് നിലവാരത്തിലാണ്? തമോ ഗുണത്തിലാണ്. സന്യാസിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, കർമ്മം ഒന്നും ചെയ്യുന്നില്ല, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നില്ല, ഭഗവാനെ കുറിച്ച് പഠിക്കുന്നില്ല, ഭഗവാന്റെ സേവനത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല, ഒന്നും ചെയ്യാനില്ല, സന്യാസിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തമോ ഗുണത്തിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സന്യാസിയാണെങ്കിലും എന്തുണ്ട്? നിയത കർമ്മങ്ങളുണ്ട്. സന്യാസിയാണെങ്കിലും കടമകളുണ്ട്, പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. സന്യാസി പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തി സന്യാസിയാണെന്ന് ഭഗവാൻ പറയുന്നില്ല. സന്യാസിയാണെങ്കിലും നിയതകർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപത്യത മോഹാതസ്യ പരിത്യാഗ താമസ പരിഗതി. അങ്ങനെ സന്യാസം എന്നുള്ള പേരിൽ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് വ്യാമോഹം കൊണ്ടാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അയാൾക്ക് കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലായിട്ടില്ല. ഭഗവാന്റെ സേവനത്തിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഭഗവത് സേവനം ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം അവർക്ക് വന്നിട്ടില്ല. ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. സന്യാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ 6-ാമത്തെ അധ്യായത്തിലും 1-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസി ചയോഗി നിരഗ്നിർ ചാക്രിയ. ഒന്നും ഒരു ക്രിയയും ചെയ്യാതിരിക്കുന്നവനല്ല സന്യാസി. കാര്യം കർമ്മ, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. സന്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തമോ ഗുണത്തിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നിയതസ്യതു സന്യാസ കർമ്മണോപപദ്ധ്യതേ മോഹ തസ്യ പരിത്യാഗം താമസ പരികീർത്തിക. ഒന്നും ചെയ്യാനില്ല, സന്യാസത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് തമോ ഗുണ പ്രേരിതമാണ് എന്നാണ് പറയുന്നത്. ഈ രജോ ഗുണത്തിലുള്ള ത്യാഗം, രജോ ഗുണത്തിലുള്ള സന്യാസത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നത്, ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത് ചെയ്ത് സകൃത്വ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭ്യേത്. ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കേണ്ടത് നിയത കർമ്മങ്ങൾ, സ്വന്തം കടമകൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കടമകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കുന്നത് രജോ ഗുണത്തിലുള്ള ത്യാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ സേവനം ചിലപ്പോൾ ചെയ്യാൻ ക്ലേശകരമായിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഭഗവാന്റെ സേവനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് നമ്മൾ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. ഭഗവാന്റെ ജന്മാഷ്ടമി കൊണ്ടാടണമെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം വെച്ച് എല്ലാവരും ക്ഷണിച്ച് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്ത് കീർത്തനം നടത്തി ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കണം. അതിന് ധനം ആവശ്യമാണ്, അതിന് മറ്റു സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്, ആളുകളുടെ സഹായം ആവശ്യമാണ്. ഇതൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ പുറകെ നടക്കണം. അതിനുവേണ്ടി പലരോടും സംസാരിക്കണം, ധനശേഖരണം നടത്തണം, പണം സമ്പാദിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സന്യാസി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സന്യാസി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് രജോ ഗുണത്തിലുള്ള ത്യാഗമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടും ത്യാഗഫലം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നൈവ ത്യാഗഫലം ലഭ്യത. അപ്പൊ ഭഗവാന്റെ സേവനം ഒരിക്കലും നമ്മള് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് രജോ ഗുണത്തിലാണ്, രജോ ഗുണത്തിലുള്ള ഉപേക്ഷയാണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഭഗവാന്റെ സേവന സംബന്ധമായി നമുക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. എല്ലാ ദിവസവും നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ഭഗവാന്റെ മംഗളാരതി ദർശിക്കണം, രാവിലെ തന്നെ നാമജപം ചെയ്യണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ആ കടമ, ഭഗവാനോടുള്ള കടമ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് രജോ ഗുണത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മമൊന്നും ചെയ്യേണ്ട, ഒരു കർമ്മവും സന്യാസിക്ക് ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് തമോ ഗുണത്തിലാണ്. ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെയ്യേണ്ടതാണെന്ന് അറിയാം, പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒഴിവാക്കാം
എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് രജോ ഗുണത്തിലുള്ളതായിട്ട് മാറും, രജോ ഗുണത്തിലുള്ള ത്യാഗമായിട്ട് മാറും. ഇനി സാത്വിക ഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 9ാമത്തെ ശ്ലോകത്തിൽ. അതിനുശേഷം എല്ലാവിധ കർമ്മങ്ങളെയും ഒരേപോലെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം വായിക്കാം. സാത്വികഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കാം? ഒൻപതാമത്തെ ശ്ലോകം. ശിവരാമൻ പ്രഭുജി വായിച്ചോ. അല്ല, ആരാ മാതാജി വായിച്ചോട്ടെ? എന്നാ മാതാജി വായിച്ചോട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ചൊല്ലട്ടെ. വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗോ മതഃ. ഹേ അർജുന, ഭൗതിക സംഗരഹിതനായും ഫലമുദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. ഭാവാർത്ഥം: ഈ മനോഭാവത്തോടെ ആവണം വിധിക്കപ്പെട്ട കർമ്മം അനുഷ്ഠിക്കുന്നത്. ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യരുത്. കർമ്മത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കണം. കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾ ഫാക്ടറിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ തൊഴിലുമായോ മറ്റു തൊഴിലാളികളുമായോ ബന്ധം പുലർത്തുകയില്ല. കൃഷ്ണന് വേണ്ടി മാത്രമാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഫലവും കൃഷ്ണന് അർപ്പിക്കപ്പെടുന്നു. ഈ നിലയിൽ അയാളുടെ പ്രവൃത്തി അഭൗതികമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു സാത്വിക ഗുണത്തിലുള്ള ത്യാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാര്യമിത്തേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. ഫലം ഉദ്ദേശിക്കാതെ നിയത കർമ്മങ്ങൾ, ആത്മീയമായിട്ടുള്ള കടമകൾ, സംഗം ത്യക്ത്വാ ഫലം ചെയ്വ, യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെ ഫലം ഭഗവാൻ തന്നുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ത്യാഗം, ആ ത്യാഗത്തിന് സാത്വികമായിട്ടുള്ള ത്യാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സാത്വികമായിട്ടുള്ള പ്രവർത്തനം എന്നാണ് പറയുന്നത്. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. അപ്പൊ ഇവിടെ എന്താണ് ത്യജിച്ചത്? സംഘം ത്യക്ത്വാ ഫലം ചെയ്യും. ഭൗതികമായിട്ടുള്ള സംഘവും ഭൗതികമായിട്ടുള്ള ഫലാസക്തിയും ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചോദിക്കാതെ പ്രവർത്തിക്കുന്നതാണ്. ഫലം ഭഗവാൻ തന്നുകൊള്ളും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നതാണ് ത്യാഗം എന്നാണ് പറയുന്നത്. കർമ്മത്തിനെ ത്യജിക്കുന്നില്ല, കർമ്മഫലത്തെയാണ് ത്യജിക്കുന്നത്. കർമ്മം ചെയ്യാതെ ഒഴിവാക്കി വിടുന്നില്ല, അതിനു പകരം കർമ്മഫലമാണ് ത്യജിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മത്തിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല ത്യാഗം, കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ കർമ്മഫലം ഭഗവാൻ തരും. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന. ഭഗവാൻ നേരത്തെ തന്നെ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലേ ഹേതുർഭൂ മാതേ സങ്കോസ്തു അകർമ്മ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിയില്ലാത്ത പ്രവർത്തനമായിട്ട് ആളുകൾ കണക്കാക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശിലപ്രഭാതിൽ ഉദാഹരണം നൽകുന്നുണ്ട്. ഇസ്കോണിൽ, അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിൽ ഭക്തന്മാർ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവര് പണത്തിന് വേണ്ടിയിട്ടോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. എന്ത് കിട്ടും, എത്ര പണം കിട്ടും,
എന്ന് വിചാരിച്ചിട്ടല്ല അവര് പ്രചാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നാട് മുഴുവൻ സഞ്ചരിച്ച് പുസ്തക പ്രചരണമൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഫലം ഭഗവാൻ തന്നുകൊള്ളും, അല്ലെ? അതിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അവര് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് അക്കൗണ്ടൊന്നും ഉണ്ടായിരിക്കില്ല, ബാങ്കിൽ അക്കൗണ്ടൊന്നും ഉണ്ടാവില്ല. അവർ കിട്ടുന്ന പണം മുഴുവൻ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടും, കൂടുതൽ ഭഗവാന്റെ സേവന സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് ചെയ്യും. അതിനുവേണ്ടി എല്ലാ പണവും അവർ ഉപയോഗിക്കും. അതിന്റെ ഫലം ഭഗവാൻ തന്നുകൊള്ളും. നമ്മൾ ഭഗവാന്റെ സേവനമാണ് ചെയ്യുന്നത്, ഫലം ഭഗവാനാണ് നൽകുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മാത്രമേ ആ ഒരു നിലവാരത്തിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിന് ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസം, ഇതൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാനാണ് നമ്മുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സുഹൃത്ത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെയുള്ള ഭക്തന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മങ്ങൾ അവർ ഉപേക്ഷിക്കുന്നില്ല, ഭഗവത് സംബന്ധമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. ധനം കിട്ടുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയും കിട്ടുമെന്ന് വിചാരിച്ചോ അല്ല ചെയ്യുന്നത്. ഇനി അഥവാ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗുണം മാറിപ്പോകും, അല്ല അതിന്റെ നിലവാരം മാറിപ്പോകും. ഫലം കിട്ടും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലായിരിക്കും, രജോ ഗുണത്തിലായിരിക്കും. യാതൊരു നിയമം അനുസരിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, യാതൊരു നിർദ്ദേശവും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലായിരിക്കും. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സാത്വിക ഗുണത്തിലാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും, ആത്മീയമായിട്ട് ഉയർച്ചയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ 3 തരത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു. ത്യാഗപൂർണമായിട്ടുള്ള കർമ്മമാണ്. ത്യാഗം എന്ന് പറയുന്നത് കർമ്മം ഒഴിവാക്കുന്നതല്ല, ത്യാഗപൂർണമായിട്ടുള്ള കർമ്മത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ത്യാഗത്തിന്റെ പേരിൽ കർമ്മം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലാകും. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ആ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അത് രജോ ഗുണത്തിലാകും. കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ കർമ്മഫലത്തിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, കർമ്മഫലം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് സാത്വിക ഗുണത്തിലുള്ള ത്യാഗം എന്ന് ഭഗവാൻ പറഞ്ഞു. 3 തരത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം കൂടി വായിക്കാം. അപ്പോൾ 3 തരത്തിലുള്ള ത്യാഗത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 10ാമത്തെ ശ്ലോകം. നദ്യേഷ്ട കുശലം കർമ്മ കുശലേനാനുഷ്ഠിച്ചതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയ. വിവർത്തനം ഭവാർന്ന വായിച്ചോളൂ, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. അജിത് പ്രഭുജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദേശാകുശലം കർമ്മ കുശലേനാനുസജ്ജതേ ത്യാഗീ തത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയ. വിവർത്തനം. സ്വാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുദ്ധ കർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. ഭാവാർത്ഥം. കൃഷ്ണാവബോധമോ സാത്വിക ഭാവമോ ഉള്ളവർക്ക് ആരോടും വെറുപ്പുണ്ടാവില്ല. തന്റെ ശരീര ക്ലേശങ്ങളോട് പോലും തക്ക കാലദേശങ്ങളിൽ തങ്ങളുടെ പ്രവൃത്തിയുടെ ക്ലേശഫലങ്ങളെ ഭയപ്പെടാതെ അവർ പ്രവർത്തിക്കും. ആധ്യാത്മിക അവസ്ഥയിൽ വർത്തിക്കുന്നവൻ തികഞ്ഞ ബുദ്ധിമാനെന്ന കഴിയണം.
താൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് അതീതനുമായിരിക്കും. ശ്രുതി അടുത്തത് വായിക്കുന്നോ? വേണ്ട പ്രഭുജി, ശ്ലോകം നമുക്ക് discuss ചെയ്യാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു ത്യാഗിയുടെ മനോനിലവാരത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ, ഒരു യഥാർത്ഥ സന്യാസിയുടെ അല്ലെങ്കിൽ ത്യാഗിയുടെ ബോധതലത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം തികഞ്ഞ ബുദ്ധിമാനായിരിക്കും എന്നാണ് പറയുന്നത്. മേധാവി, എന്തിനെ കുറിച്ചുള്ള അദ്ദേഹം തികഞ്ഞ ബുദ്ധിമാനായിരിക്കും. മേധാവി, ചിന്ന സംശയം, എല്ലാവരുടെ സംശയങ്ങളും തീർന്ന വ്യക്തിയായിരിക്കും. എന്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ? കർമ്മങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ അദ്ദേഹത്തിന് മാറിയിട്ടുണ്ടാകും അല്ലെ. എങ്ങനെയാണ് ഈ ലോകത്തിൽ കർമ്മങ്ങൾ നടക്കുന്നത്, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്, ഇതൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. സത്വരജസ്തമോ ഗുണത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ത്യാഗി എന്ന് പറയുന്നത്. മേധാവി, ചിഹ്ന സംശയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തില്ല എന്ന് പറയുന്നു. നദേഷ്ട കുശലം കർമ്മ കുശലേ നാനുഷജ്ജതി. അകുശലമായിട്ടുള്ള കർമ്മം, അതായത് അശുഭകരമായിട്ടുള്ള കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നവരോട് അദ്ദേഹത്തിന് വെറുപ്പൊന്നുമില്ല. ഒരാൾ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പം ഒരു ത്യാഗി, ഒരു സന്യാസി എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം തമോ ഗുണത്തിന്റെ ബാധ കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. തമോ ഗുണ പ്രേരിതനായിട്ട് മോശമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നതാണ്. അദ്ദേഹം നിസ്സഹായനാണ്. ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നാൽ മാത്രമേ തമോ ഗുണത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കൂ അല്ലെ. അല്ലെങ്കിൽ അല്ലാതെ അദ്ദേഹത്തിനോട് വളരെ തിരിച്ചും മോശമായിട്ട് പെരുമാറിയാലും ഒന്നും കാര്യമില്ല. തമോ ഗുണത്തിൽപ്പെട്ട വ്യക്തിക്ക് മോശമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുള്ളൂ, താഴ്ന്ന തരം കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. അദ്ദേഹത്തെ തമോ ഗുണം ബാധിച്ചത് കൊണ്ട് അങ്ങനെ നിർബന്ധപൂർവ്വം അദ്ദേഹം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വെറുത്തത് കൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിന് വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവാണ്, ശുദ്ധനായിട്ടുള്ള ജീവാത്മാവാണ്. പക്ഷെ ഇപ്പോൾ ഭൗതിക ലോകത്തിൽ വന്ന് തമോ ഗുണം ബാധിച്ച് മോശമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അശുഭകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരോട് ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ത്യാഗിക്ക് വെറുപ്പൊന്നുമില്ല എന്നാണ് പറയുന്നത്. ദ്വേഷ്ട കുശലം കർമ്മം, അകുശലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോട് വിദ്വേഷമൊന്നുമില്ല. കാരണം വിദ്വേഷം പുലർത്തിയത് കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് നമ്മുടെ മനസ്സിനെ തന്നെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അവരോട് സഹതാപം പ്രകടിപ്പിക്കും. ഇദ്ദേഹം ഇതിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചാൽ അവരോട് സഹതാപം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവരോട് വെറുപ്പൊന്നുമില്ല. ഇനി കുശലേനാനുഷ്ഠിച്ചത്, ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്ന കർമ്മത്തിനോട് അദ്ദേഹത്തിന് ആകർഷണവുമില്ല അല്ലെ. നമ്മളോട് പറയും ഇന്ന കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകാം. ഒരു ബിസിനസ് പ്ലാൻ, വലിയ ബിസിനസ് പ്ലാൻ പറയും, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി, നിങ്ങൾക്ക് നാളെ വലിയ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞാലും ത്യാഗിക്ക് ഇദ്ദേഹത്തിന് അതിനോട് വലിയ ആകർഷണമില്ല. കാരണം എന്താണ്? എല്ലാ കർമ്മഫലങ്ങളും നൽകുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ തൃപ്തിക്ക് അനുസരിച്ചാണ് നമ്മൾക്ക് കർമ്മഫലം ലഭിക്കുന്നത് എന്ന് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. മേധാവി, ചിഹ്ന സംശയം, അതിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവും. ഉറച്ച വിശ്വാസം മാത്രമല്ല, അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതാണ് സത്യം എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഇല്ല, സംശയങ്ങളൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്, ഏതിനാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അപ്പൊ ഭഗവാനിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും താഴ്ന്നു പോകുന്നില്ല. ഭഗവാൻ നമ്മളെ ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകുന്നില്ല. താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് വിപരീതമായിട്ട് ഫലങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. താൽക്കാലികമായിട്ട് വിപരീത ഫലങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും.
പക്ഷേ ഭഗവാൻ ആത്യന്തികമായിട്ട് നമുക്ക് നന്മ വരുത്തുന്നവരാണ്. ഭഗവാൻ നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നില്ല. അതേപോലെ നഷ്ടത്തിലും ലാഭത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഭഗവാന്റെ സേവനത്തിൽ തന്നെ ഉറച്ചു നിന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ചിന്ന സംശയം, അദ്ദേഹത്തിന് ഒരു സംശയമില്ല. ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ ഉയർച്ചയുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥ ത്യാഗി. അതാണ് ത്യാഗത്തിന്റെ നിലവാരം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു നിലവാരത്തിലാണ് യഥാർത്ഥ ത്യാഗം ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്യാഗം എന്ന് പറയുന്നത് ആ ബോധതലത്തിലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉപേക്ഷിച്ചത് കൊണ്ട് ത്യാഗമാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതെങ്കിലും പ്രവൃത്തി ഉപേക്ഷിച്ചത് കൊണ്ട് ത്യാഗമാകുന്നില്ല. അത് രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആകാം. പക്ഷെ ഭഗവാനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് യഥാർത്ഥ ത്യാഗത്തിന്റെ നിലവാരം എന്നാണ് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയം. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടാവുകയില്ല. ഭഗവാന്റെ സഹായത്തിലും ഭഗവാന്റെ സംരക്ഷണത്തിലും അദ്ദേഹത്തിന് ഒരിക്കലും സംശയം ഉണ്ടാവുകയില്ല. അതാണ് യഥാർത്ഥ ത്യാഗത്തിന്റെ നിലവാരം എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ഒരു സന്യാസി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു പ്രവൃത്തിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഏതെങ്കിലും ശ്ലോകങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.